ഹായ് ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാൽ പായസമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനാദ്യമായിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ അടയാണ്. പിന്നെ പഞ്ചസാര, അതിൻ്റെ അളവ് ഞാൻ വീഡിയോ ചെയ്യുന്നതിനിടയിൽ പറയാം. കാഷ്യൂ, കിസ്മിസ്, ഏലക്ക, പിന്നെ ആവശ്യത്തിന് നെയ്യ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ അട വേവിച്ചെടുക്കാൻ അതിനുള്ള പാത്രം ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടയുടെ ഫുൾ പ്രിപ്പറേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ പ്രഥമൻ്റെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ വാഷിംഗ് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നോട് പലരും അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അടയിട്ട് അതൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു സ്ട്രെയിനറിലേക്ക് ആ വേവിച്ച അടയെ ഒഴിക്കും. ഇനി ഇതിനെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് മുക്കി വയ്ക്കുകയോ ചെയ്യാം. ഒന്ന് തണുക്കുന്നത് വരെ അത് പൈപ്പ് വെള്ളം തുറന്നു, ഇതാണ് റണ്ണിങ് വാട്ടറിൽ അതിനെ ആക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അട നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഇളക്കി നോക്കുക. അപ്പോൾ ഓരോ അടയും വിട്ട് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാം. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് കാഷ്യൂ, കിസ്മിസ് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് മതിയാവും. അപ്പോൾ ആദ്യം കാഷ്യൂ ഇട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പം നമുക്കതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിലൊന്ന് കോരി മാറ്റുന്നൊന്നുമില്ല, ഇതിലേക്ക് തന്നെയാണ് നമ്മൾ വേവിച്ച് വെച്ച അട ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കിസ്മിസൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകമാവുന്നത്. അതിന് ശേഷം വേണം അട ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കിസ്മിസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കുക, അല്ലെങ്കിൽ നെയ്യ് കുറവാണെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഒരു ലിറ്റർ പാലിനോടൊപ്പം ഏകദേശം 1/2 ലിറ്റർ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പറയാൻ വിട്ടുപോയി ചവ്വരി. അപ്പോൾ ഈ ചവ്വരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചവ്വരി ഏകദേശം 1 ലിറ്റർ വെള്ളത്തിന് 1 പിടി, നമ്മുടെ കയ്യിൽ 1 പിടിയാണ് കണക്ക്. ഒരുപാടായി കഴിഞ്ഞാൽ പായസം ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം. ഇപ്പോൾ ഇലയിൽ കഴിക്കാനാണെങ്കിൽ ഇത്തിരി കട്ടിക്കിരുന്നാലും കുഴപ്പമില്ല. ഇനി അല്ലാതെ ഗ്ലാസ്സിലാണ് കുടിക്കുന്നതെങ്കിൽ ഇത്തിരി ലൂസായിട്ടുള്ള പായസമായിരിക്കും ആവശ്യം. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാം. അത് നന്നായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നു. ഏകദേശം 1/2 കിലോയോളം പഞ്ചസാര നമുക്കിതിന് ആവശ്യമായിട്ട് വരും. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ചിലർക്ക് നല്ല മധുരമുള്ള പായസമായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ മധുരമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കണക്കാക്കി പഞ്ചസാര ഇടുക. നമ്മുടെ പായസം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ആ ചവ്വരി ട്രാൻസ്പെറൻ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ചവ്വരി നന്നായിട്ട് കുക്കായി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇങ്ങനെ കോരി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഏലക്കയാണ്. അപ്പോൾ ഏലക്ക നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മിക്സിയുടെ ജാറിൽ കുറച്ച് ഏലക്കയും 2-3 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ പൊടിച്ചെടുത്ത ഏലക്കയാണിത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയല്ല, പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഈ ഒരു ഓണം അവസരത്തിൽ നമ്മൾ വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ പായസം വയ്ക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.